ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും സ്മരണയിൽ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു. സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിൽ കുരിശിന്റെ വഴി പ്രാർത്ഥന നടന്നു. മലയാറ്റൂർ അടക്കം പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഭക്തരുടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. മനുഷ്യകുലത്തിന്റെ പാപപരിഹാരത്തിനായി യേശു കാൽവരിക്കുന്നിൽ കുരിശിലേറ്റപ്പെട്ടതിന്റെ ഓർമ്മദിനത്തിൽ മലയാറ്റൂരടക്കം പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ തീർത്ഥാടക പ്രവാഹമായിരുന്നു. തോമാശ്ലീഹയുടെ നാമധേയത്തിലുള്ള പള്ളിയിൽ നിരവധി പേർ അനുഗ്രഹം തേടിയെത്തി. വിശ്വാസം മുറുകെ പിടിച്ച് മരക്കുരിശുമായി വിശ്വാസികൾ മലകയറിയെത്തി പ്രാർത്ഥനകളിൽ മുഴുകി. തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നടന്ന കുരിശിന്റെ വഴിയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. കർദിനാൾ ബസേലിയോസ് മാർ ക്ലീമിസ് ബാവയും തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയും നേതൃത്വം നൽകി. പശ്ചിമേഷ്യയിലെ യുദ്ധത്തിൽ വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദുഃഖവെള്ളി സന്ദേശത്തിൽ ക്ലീമിസ് ബാവ ആഹ്വാനം ചെയ്തു. ഭരണാധികാരികൾക്ക് വിവേകവും വിജ്ഞാനവും ദൈവഭയവും നിസ്സാരമായി എടുക്കേണ്ട. ഭരണാധികാരികൾക്ക് ദൈവഭയം ആവശ്യമാണ്. ദൈവഭയം എന്ന് വെച്ചാൽ അത് പക്വമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് നമ്മുടെ ഉള്ളിൽ സംസാരിക്കുന്ന ദൈവത്തിന്റെ സ്വരം ശ്രവിക്കലാണ്. ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ ആശങ്ക രേഖപ്പെടുത്തി. ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ കാർമ്മികത്വത്തിലായിരുന്നു സിറോ മലബാർ സഭ ആസ്ഥാനത്തെ ചടങ്ങുകൾ. FCRA നിയമ ഭേദഗതിക്കെതിരെ താമരശ്ശേരി ബിഷപ്പ് റിമീജിയോസ് ഇഞ്ചനാനിയൽ കടുത്ത വിമർശനമുന്നയിച്ചു. സഹായം സ്വീകരിക്കുന്നത് തടയാൻ ആര് ശ്രമിക്കുന്നുവോ അവരില്ലാതെയാകുമെന്ന് ബിഷപ്പ് പറഞ്ഞു. 2000 വർഷങ്ങളുടെ യാത്രയിൽ എത്രയോ തവണ ഇതുപോലെ പ്രിയപ്പെട്ടവർ ഒറ്റുകൊടുത്തിട്ടുണ്ട്. ആരാണ് തളരുക? സഭയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നവർ തളർന്നു പോകുക തന്നെ ചെയ്യും. അവരില്ലാതെയാകും. സഭ എന്നും തല ഉയർത്തി നിൽക്കും. പള്ളിക്കര സെന്റ് മേരീസ് യാക്കോബായ കത്തീഡ്രലിൽ നടന്ന ശുശ്രൂഷകൾക്ക് ശ്രേഷ്ഠ കത്തോലിക്ക ആംബൂൻ മോർ ബസേലിയോസ് ജോസഫ് ബാവ നേതൃത്വം നൽകി. സംസ്ഥാനത്തെ വിവിധ ആരാധനാലയങ്ങളിലും പ്രാർത്ഥനകൾ നടന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.